ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോ കാണുന്നത് ഒരു കാരണത്താലാണ്. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കാം. നിങ്ങൾ പലതവണ നിരാശപ്പെട്ടിരിക്കാം. പക്ഷേ ഇന്നൊരു ദൈവവാഗ്ദാനം നിങ്ങളെ തേടിയെത്തുന്നു. എൻ്റെ ജനം ഒരു നാളും ലജ്ജിക്കയില്ല. ഈ വാക്ക് മനുഷ്യൻ്റെ വാക്കല്ല, ഇത് ദൈവത്തിൻ്റെ ഉറച്ച വാഗ്ദാനമാണ്. ബൈബിളിൽ വ്യക്തമായി പറയുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിക്കയില്ല. ഇതൊരു ആശ്വാസവാക്ക് മാത്രമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിന്റെ പരാജയം അന്തിമമല്ല, നിന്റെ കണ്ണുനീർ നിത്യവുമല്ല, നിന്റെ അപമാനം സ്ഥിരവുമല്ല. ലോകം നമ്മെ തള്ളുമ്പോൾ, ബന്ധുക്കൾ കുറ്റപ്പെടുത്തുമ്പോൾ, സുഹൃത്തുക്കൾ വിട്ടുപോകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തീർന്നുപോയി, എല്ലാത്തിൻ്റെയും അവസാനം ഇതാണ് എന്ന്. എന്നാൽ ദൈവം പറയുന്നു, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അതൊരു തോൽവിയായി തോന്നി. എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണ് വിജയത്തിൻ്റെ പ്രഖ്യാപനം. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ക്രൂശിൻ്റെ അനുഭവമായിരിക്കാം. എന്നാൽ ദൈവം പറയുന്നു, ഒരിക്കലും ഇതൊരവസാനമല്ല. വചനം പറയുന്നു, നിങ്ങൾ ധാരാളം തിന്നുകയും തൃപ്തരാകുകയും ചെയ്യും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിക്കുകയില്ല. ഇതൊരു സാധാരണ വാക്കല്ല, ഇതൊരു ദൈവിക വാഗ്ദാനമാണ്. ബൈബിളിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ ജനം പലപ്പോഴും ലജ്ജ അനുഭവിച്ചു. അടിമത്തം, ദാരിദ്ര്യം, അപമാനം, രോഗം. എന്നാൽ ദൈവം ഒരിക്കലും അവരെ അതിൽ ഉപേക്ഷിച്ചില്ല. സങ്കീർത്തനം 34 പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തെ നോക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കയില്ല. കാരണം ദൈവം ലജ്ജയെ മഹത്വമായി മാറ്റുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ, എപ്പോഴാണ് എൻ്റെ സമയം വരുന്നത്? ഓർക്കുക, ദൈവത്തിൻ്റെ സമയം ഒരിക്കലും വൈകിയല്ല. ഇന്ന് നീ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ നാളെ നീ ലോകത്തിൻ്റെ സാക്ഷിയായി മാറും. ലോകം നിൻ്റെ വലിയൊരു സാക്ഷ്യം കേൾക്കും. ഇന്ന് നിന്നെ പരിഹസിക്കുന്നവരാണ് നാളെ നിൻ്റെ മാറ്റം കണ്ട് അത്ഭുതപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുക, വിശ്വാസത്തോടെ മുന്നേറുക. ദൈവം നിന്നോട് പറയുന്നു, നീ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. വിശ്വാസത്തോടെ നീ മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവം മാറി ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം നിനക്ക് നൽകും. കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.